സ്വർഗവും ഭൂമിയും തമ്മിൽ നഷ്ടപ്പെട്ടിരുന്ന ബന്ധം വീണ്ടും ഒരു കോമഡി പോലെ നിന്ന് പുനഃസ്ഥാപിച്ചതാരാണ്? മറിയമാണ്. അതുകൊണ്ടാണ് സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോമഡി നീ. നമ്മളും ഈ കോമഡി പോലെ മാറണം. നമ്മുടെ കുടുംബത്തിൽ പലരും തെറ്റിയതൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മളായിരിക്കണം കുടുംബവും സ്വർഗവും തമ്മിലുള്ള കോമഡി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. കർത്താവിൻ ദാസി, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയത്തിൽ വന്ന് നിറയുന്നത്. ലവേർണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇറ്റലിയില്, അസീസിയിലെ ഫ്രാൻസിസ് മാസത്തിലെ 6 മാസം പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ല, വർഷത്തിലെ 6 മാസം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരുന്ന മലയാണ്. ആ മലയിലേക്ക് ഫ്രാൻസിസിന്റെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു പടമുണ്ട്. ആ പടപ്പടിന്റെ മനസ്സിൽ നിൽക്കുന്നു. മറിയം മാലാഖയുടെ അടുത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വരികയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന ഒറ്റ ആ വാക്ക് അനുസരണം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിലൂടെ വന്ന തിന്മ, ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടിലൂടെ വന്ന തിന്മ അനുസരണത്തിലൂടെ മറിയം എടുത്തു മാറ്റുകയാണ്. അവർക്ക് പറ ഹല്ലേലൂയ. മറിയം ബൈബിളിൽ വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ അല്ലെ. ഇതാ കർത്താവിന്റെ ദാസി എന്ന ഒരു ഡയലോഗ് പറഞ്ഞതിന്റെ പേര് പിന്നീട് മറിയം അധികം ഡയലോഗ് പറഞ്ഞില്ല. ഇത് ജീവിത അന്തസ്സിന്റെ കമ്മിറ്റ്മെന്റ് ആണ് അല്ലെ. നിങ്ങൾ മനസ്സമ്മതത്തിന്റെ എന്ന് പറഞ്ഞു, ഞാൻ ഇയാളെ സ്വീകരിച്ചോളാം. കല്യാണത്തിൽ പറഞ്ഞു കുഴപ്പമില്ല, ഇന്ന് മുതൽ മരണം വരെ എന്ത് പറ്റിയാലും കുഴപ്പമില്ല. വലിയ ഡയലോഗ് നിങ്ങൾ വീഡിയോക്കാരും ഫോട്ടോക്കാരെയും അച്ഛനെയും നാട്ടുകാരെയും കൂട്ടു നിർത്തി ഉറക്കെ അടിച്ചു. ഈ ഡയലോഗ് അടിച്ച് നിങ്ങൾക്ക് പിന്നീട് വേറെ ചില ഡയലോഗുകൾ അടിക്കാൻ പറ്റാതിരിക്കണം. അച്ഛനായ ഞങ്ങള്, അച്ഛന്മാരായ ഞങ്ങള്, സിസ്റ്റേഴ്സ് ജീവിത അന്തസ്സിനോട് ഡയലോഗ് പറയുന്നുണ്ട്. ഒരു പ്രൈം കമ്മിറ്റ്മെന്റ്. ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ദൈവത്തിന് കൊടുത്ത വാക്കുകൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. മറിയം ദൈവത്തിനോട് കൊടുത്ത വാക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതിനോട് മറിയം പൂർണ്ണമായിട്ട് വിശ്വസ്തത പുലർത്തിയപ്പോൾ മറിയം രക്ഷയുടെ അമ്മയായി മാറി. ഇവരൊക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടതിനെ വേണ്ടി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളെ വേണ്ടി നമുക്ക് ധാരണയില്ല. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ അത് മേടിക്കാൻ നമുക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മളെടുക്കുന്ന പ്രതിജ്ഞകൾ, തീരുമാനങ്ങളൊക്കെ നമ്മൾ എത്ര പെട്ടെന്നാണ് കാറ്റിൽ പറത്തുന്നത്. നമ്മളിപ്പോ ഈ ഈരടികളൊക്കെ പാടുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവണം. നമുക്ക് ചേർന്ന് പാടാം. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോമഡി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോമഡി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോമഡി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. ഒരിക്കൽ കൂടി പാടാം. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ കോമഡി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ അമ്മയും നീ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അടുത്ത വാക്കുകൾ ഇങ്ങനെയാണ്. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയത് എത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ, അവിടെ തെറ്റുണ്ട്, എല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്ത. നന്മ നിറഞ്ഞവൾ എന്നു മാലാഖ ചൊല്ലിയത് എത്ര സത്യം. സാത്താന്റെ തന്ത്രങ്ങൾ എല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്ത. എനിക്ക് പലപ്പോഴും എന്നെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ബൈബിളിൽ വേറെ എത്രയോ സ്ത്രീകളുണ്ട്, അവരെ കുറിച്ചൊന്നും പല പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ല. മറിയത്തോടാണ് എല്ലാവർക്കും ദേഷ്യം. എന്നാൽ ബൈബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ അവരൊക്കെ പറയും. എന്നാൽ
വിളിച്ച് ഞാനിരിക്കുന്നു. ഷാരൂൺ ദേവിക്ക് വേണ്ടി ജപമാലയെ കുറിച്ച് ഒരു പ്രസംഗം പറയാൻ അവരോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും ചില പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നെ വായിക്കുകയും. അപ്പൊ അത് ഞാനിങ്ങനെ വായിക്കുകയാണ്. വിശുദ്ധ ബെർണാഡ് പറയുന്നു, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നരകം ഞെട്ടികളിക്കും, പിശാചുക്കൾ ഓടിപ്പോകും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം പെട്ടത്. ഞാനിതിങ്ങനെ വായിച്ചു നോട്ടലെ കുറിച്ചുള്ള സമയത്ത് തൊട്ടടുത്ത സ്കൂളിലെ സിസ്റ്റേഴ്സ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളിപ്പോൾ ഒരു വീട്ടിൽ നിൽപ്പുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. അവന് 2 ആഴ്ചയായിട്ട് ക്ലാസ്സിലൊന്നും പോകുന്നില്ല. അവൻ എന്തൊക്കെയോ പ്രോബ്ലം ഉള്ള പോലെയാണ്. അവൻ വീട്ടുകാർ പറയുന്നത് അനുസരിക്കുന്നില്ല. അവന് ദേഷ്യമാണ്. അവൻ TV കാണും, കളിക്കാൻ പോകും. വേറെ ഒരു കാര്യത്തിന് വിളിച്ചാലും വരില്ല. അപ്പം അച്ഛനൊന്ന് വന്നൊന്ന് കണ്ട് സംസാരിക്കുമെന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ബൈക്ക് എടുത്ത് ഇവരുടെ വീട്ടിലേക്ക്. അപ്പം ഈ സിസ്റ്റേഴ്സ് കുറേ നേരമായിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊന്നും മിണ്ടണില്ല. ഇവരിങ്ങനെ പോയിരിക്കും. പെട്ടെന്ന് ഈ വിശുദ്ധ ബെർണാഡ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നരകം ഞെട്ടിക്കറിക്കും, പിശാചുക്കൾ ഓടിക്കും. എനിക്ക് തോന്നി എന്തോ ഒരു തിന്മയുടെ അവസ്ഥയാണ് ഇവനിലുള്ളത്. എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാനിപ്പോൾ ഇവന് വേണ്ടി വേറെ ഒരു പ്രാർത്ഥനയും ചൊല്ലുന്നില്ല. ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാത്രം ചൊല്ലും. ഇത് ബെർണാഡ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവനിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ മാറ്റം ഉണ്ടാകും. ഞാൻ സിസ്റ്റേഴ്സിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ ഇവന്റെ തലയിൽ കൈവച്ച് വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇങ്ങനെ 1 ചൊല്ലി, 2 ചൊല്ലി, 3 ചൊല്ലി, 4 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞപ്പോൾ ഇവൻ കണ്ണു തുറന്ന് തന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ചൊല്ലി, ഒരു 8 പ്രാവശ്യം ചൊല്ലി കഴിയുമ്പോഴേക്കും ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ ഈ ഒരു വിത്തിൻ നോ സെക്കൻഡ്സ് ഇവനിൽ തന്നെ ഈ മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. ശരി, ഇത് ഞാൻ അത് അനുഭവിച്ച കാര്യം നമ്മൾ പറയുന്നത്. ഒരു 12 പ്രാവശ്യം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാത്രം ചൊല്ലി കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറയാം, അച്ഛൻ ഞാൻ ക്ലാസ്സിൽ പോകണം, ഇനി ഞാൻ നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ പോയി ബാഗെടുത്ത് ഡ്രസ്സ് മാറി എൻ്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് 2 ആഴ്ചയായി ക്ലാസ്സിൽ പോകാതിരുന്നവൻ, ഞാൻ ഒരു ഉപദേശം കൊടുത്തില്ല, അവൻ വന്ന് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഒരു പക്ഷെ എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ പറയുന്ന അനേകം വാക്കുകളെക്കാളും നമ്മൾ കർത്താവിനോട് പ്രാർത്ഥന പറഞ്ഞാൽ മതി. നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ മാതാവിന്റെ വിശുദ്ധരുടെയും ഒക്കെ സകല വിശുദ്ധരുടെയും ഒരു മാധ്യസ്ഥം തേടുന്നതൊക്കെ എന്തൊരു പവർഫുള്ളാണ്. നമ്മളിങ്ങനെ ഇടപെടാതെ കുറെ ഉപദേശങ്ങൾ പറഞ്ഞു നോക്കുന്നത് കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ല. നമ്മളൊരു പ്രാർത്ഥന കൂടി ചെയ്യാൻ മതി, അത് വലിയ ശക്തിയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു ചേച്ചി തീരെ കിടപ്പാണ്, ഒട്ടും ആരോഗ്യമില്ലാത്ത ആളാണ്. അപ്പൊ വീട്ടില് പണികളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു സഹോദരി സഹായിക്കാൻ പറ്റും. പക്ഷെ ഈ സഹോദരിക്ക് ഭയങ്കര ദേഷ്യമാണ്, പറയണ പണിയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ചേച്ചി കിടക്കുന്ന മുറിയുടെ ഒരു സൈഡ് മുഴുവൻ എന്താ പറയുക, ഞങ്ങൾ പറയും എന്താ ചുക്ലി എന്നോ മാറാമല എന്നൊക്കെ പറയും. നിങ്ങൾ എന്താ പറയണേ? ചുക്ലി അങ്ങനെ പല ഓരോ ദേശത്തും ഓരോ വാക്കുകളാണ്. കാര്യം കിട്ടിയിട്ടില്ല ആ സാധനം, അതിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോ ചേച്ചിക്ക് ചിന്തയുടെ ദൈവം ഇതൊന്ന് ക്ലീൻ അവളൊന്നും ചെയ്തില്ല, അവൾ ചെയ്യത്തില്ല, പറഞ്ഞാൽ അവൾ ഒട്ടും ചെയ്യില്ല. അപ്പൊ ഈ ചേച്ചി അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ നീ സഹായകനാണെന്നൊക്കെയല്ല പറയുന്നത്, നീ സഹായകനാണെങ്കിൽ നീ പോയി അവളുടെ ഹൃദയത്തിലൊന്ന് പറ, ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല. നീ സഹായകനായിരിക്കുന്നത് എനിക്ക് ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഈശോ ഞങ്ങൾക്കൊരു സഹായകനായി പരിശുദ്ധാത്മാവിനെ തന്നത്. പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, എനിക്കൊന്നും പറയാനുള്ള ശേഷിയില്ല, നീ പോയി അവൾക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ പറഞ്ഞു. ഈ ചേച്ചി പറയാറ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വളരെ കൂളായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നു. ഹല്ലേലൂയ. വളരെ സിമ്പിൾ ആക്ട് ആണെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് കർത്താവും അല്ലെ ഈശോയും മാതാവും പരിശുദ്ധാത്മാവും തിയറിയായിട്ടാണ് നിൽക്കുന്നത് അല്ലെ. നമ്മളെ ഒന്നും തൊടാതെ ഇങ്ങനെ വലിയ ഭംഗിയുള്ള ഭാഷകളിൽ പ്രാർത്ഥിക്കാനും ഇങ്ങനെ ഭംഗിയുള്ള വാക്കുകളിൽ പ്രാർത്ഥിക്കാൻ അങ്ങനെയൊക്കെ അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്, ഈ മാതാവ് എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ കുറേ അനുഭവമുണ്ട് അങ്ങനെ. ഞാൻ ആ വിഷയം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും പറയാം. പരിശുദ്ധാത്മാവ് സഹായിച്ച കാര്യം, ഈ പാട്ടുകൾ ചെയ്യുന്ന ശീലമുള്ളതുകൊണ്ട് പല
പല പാട്ടുകളും ഇങ്ങനെ ചിലപ്പോഴൊക്കെ പകുതി ഒരു 3-4 വരികളൊക്കെ ഇങ്ങനെ എഴുതും. ഞാൻ ട്യൂൺ വരും ആദ്യം. അപ്പം അതൊക്കെയാണ്. അപ്പം ചില ആ ട്യൂണൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. അപ്പം ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ അങ്കമാലി ആശുപത്രിയിൽ കിടക്കുമ്പോൾ പനി പിടിച്ച് കിടക്കാം. അപ്പം എനിക്കറിയാവുന്നൊരു പയ്യൻ